ഹലോ ഗായ്സ്, ഇന്ന് സെൻസെക്സ് എക്സ്പയർഡ് ആയിരുന്നു. സെൻസെക്സ് എക്സ്പയർഡ് നമ്മൾ നല്ല അടിപൊളി ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് 2 ട്രേഡ്സ് നല്ല അടിപൊളി പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. വെറും 2 ട്രേഡ്സ് പറഞ്ഞാൽ 2 ട്രേഡ്സ്, അത് രണ്ടും നല്ല 2 പുട്ട് ഓപ്ഷനായിരുന്നു എടുത്തിരിക്കുന്നത്. നമ്മൾ ടോട്ടലി നമുക്കൊരു 100% മേലോട്ട് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 25K ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നമുക്ക് 30K പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അത് നമ്മൾ 25K നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടില്ല. വളരെ ചെറിയൊരു അതിൻ്റെ പോർഷൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് വന്നു. വളരെ അടിപൊളി പ്രോഫിറ്റ് വന്നു. നല്ല അടിപൊളി പ്രോഫിറ്റാണ് നമുക്കിന്ന് ഉണ്ടാക്കാൻ പറ്റിയത്. അത് വളരെ സിമ്പിളായിട്ട്, അത് വളരെ നമുക്കൊരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ, അതായത് 10 മിനിറ്റ്സ് അല്ല, അത് 2 ട്രേഡും കൂടി നമുക്ക് നമ്മൾ എൻട്രി എടുത്ത ഉടനെ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു. ഉടനെ രണ്ടും നല്ല അടിപൊളി പൊസിഷൻ പറഞ്ഞാൽ നല്ല അടിപൊളി പൊസിഷനായിരുന്നു. ഞാൻ എൻട്രി പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞൊരു BTC ട്രേഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതിൽ നമുക്ക് ലോസാണ് വന്ന് മിഡ് ക്യാപിറ്റൽ കോൾ ഓപ്ഷൻ ഹോൾഡ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അതിൽ നമുക്ക് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 3K ലോസ് വന്നു. ഞാൻ മാർക്കറ്റ് ഓർഡർ ആദ്യം ഇട്ടു, അത് പിന്നെ റിജക്റ്റായി. വീണ്ടും ഞാൻ ഏറെക്കുറെ 9:15 നിന്ന് എക്സിറ്റ് അടിക്കുക ചെയ്ത് ജസ്റ്റ് അപ്പോൾ തന്നെ നമുക്ക് ലോസ് ആയിരുന്നു. ഏറെക്കുറെ നമുക്കൊരു 3K ലോസ് ഉണ്ടായിരുന്നു. മിഡ് ക്യാപ്പിലായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത പൊസിഷനായിരുന്നു. ഓപ്പണിംഗ് ഫ്ലാറ്റ് ആയിരുന്നു, ബട്ട് പ്രീമിയത്തിൽ മെൽറ്റിംഗ് ഉണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റിക്കവറായി, ബട്ട് ഞാൻ മുമ്പ് എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ BTC ട്രേഡ് ലോസ് ആയിരുന്നു. ബട്ട് ആ ഒരു 3K ലോസിനെയൊക്കെ വളരെ ഈസി ആയിട്ട് ഞാൻ റിക്കവർ ചെയ്ത് നല്ല പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് ഞാൻ ട്രേഡ് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ, അടുത്ത ട്രേഡ് എടുത്തിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ സെൻസെക്സിലാണ്. സെൻസെക്സിൽ വെറും 4 ഡോട്ട്, അതായത് ഏറെക്കുറെ 9:44 വെറും 4 ഡോട്ട് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. അതിനുശേഷം ഞാൻ പിന്നെയും ഒരു ആവറേജ് ചെയ്യുകയാണ് ചെയ്തത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 9:44 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം, അതായത് ഈ ഒരു പൊസിഷൻ ഞാൻ കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഡോട്ട് വളരെ ക്ലിയറായിട്ട് പറഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പൊസിഷനായിരുന്നു 9:34 എന്ന് പറയുന്ന പൊസിഷൻ. ഏറെക്കുറെ കൃത്യം ഈ ഒരു ക്യാൻഡിൽ ഞാൻ ആഡ് ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുമ്പോൾ ആഡ് ചെയ്തു. നേരെ പിവറ്റാണ്, PPR റേഞ്ചാണ്, ഇത് റേഞ്ചാണ്. അപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ഓവറോൾ നെഗറ്റീവ് ട്രെൻഡിനാണ് ഇപ്പോൾ ചാൻസ്. ട്രെൻഡല്ല, നെഗറ്റീവ് മൂവ്മെൻറ്റ്സിന്. അതായത് US-ൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയതിൻ്റെ ബേസ് ലൈറ്റായിട്ട് കൂടുതലാണ്. അപ്പോൾ ഇൻഫ്ലേഷന് ചാൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവിടെ, അപ്പോൾ നമുക്ക് നോർമലി അത് ഇന്ത്യൻ മാർക്കറ്റിന് ലൈറ്റായിട്ട് ബാധിക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് അല്ല, മാർക്കറ്റിന് അനുകൂലമായിട്ടൊരു ഇതല്ല ഉള്ളത്. അപ്പോൾ നെഗറ്റീവ് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ്. അപ്പോൾ നല്ലൊരു പൊസിഷനും കിട്ടി, വളരെ ക്ലിയർ പൊസിഷനായിരുന്നു എല്ലാം കൊണ്ടും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എൻട്രി എടുക്കുകയും ചെയ്തു. എൻട്രി എടുത്ത് ജസ്റ്റ് 10 മിനിറ്റ്സിൽ തന്നെ നല്ല രീതിക്ക് ഹൈപ്പ് ഉണ്ടായി, നല്ലൊരു മൂവ്മെൻറ്റ്സ് കിട്ടി. അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മളൊരു 160 എടുത്ത പൊസിഷൻ 500 വരെ വന്നു. അതിൽ തന്നെ നമുക്ക് ഏറെക്കുറെ 100% അല്ല, അതിൽ തന്നെ ഒരു 200% അടുത്ത് പ്രോഫിറ്റ് കിട്ടി. 200% കിട്ടി ഏറെക്കുറെ 200%. അതായത് 160 അടുത്ത് നമ്മൾ 500 പറഞ്ഞാൽ ഏറെക്കുറെ 200% അതിൽ തന്നെ കിട്ടി. അതുപോലെ നമ്മൾ 4 ലോട്ട് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് 500 രൂപ വന്നു. ഞാൻ അപ്പോൾ എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഞാൻ വീണ്ടും അതിൽ ആവറേജ് ചെയ്തു. ഈ ഒരു പൊസിഷനിൽ നമ്മൾ ആവറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വേറെ സ്ട്രൈക്ക് പ്രൈസ്, ഞാൻ ആദ്യം എടുത്ത സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞത് 74,900 ഞാൻ ആദ്യം എടുത്തത്. പിന്നെ ഞാൻ 74,700 പുട്ട് ഓപ്ഷൻ തന്നെ ഏറെക്കുറെ നമ്മളൊരു 8 ലോട്ട്സോളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് 8 ലോട്ട്സ് പറഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് ആവറേജ് ചെയ്ത് അപ്പോൾ 8 ലോട്ട്സ് ആവറേജ് ചെയ്തു. അതിൽ ആവറേജിൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് വന്നതാണ്. ഏറെക്കുറെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പ്രോഫിറ്റ് വന്നു. ഇവിടെ നിന്ന് ഈ പൊസിഷൻ ആവറേജ് ചെയ്തു, വീണ്ടും താഴോട്ട് വന്ന് ഇനി ഒരു പൊസിഷൻ ബ്രേക്ക് ചെയ്യുന്നതാണ് വിചാരിച്ചത്. നേരത്തെ ഉണ്ടാക്കി ഈ ലോ ബ്രേക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അവിടെ നിന്ന് എക്സിറ്റ് അടിക്കായിരുന്നു. അത് CPR ലെവലൊക്കെ ഉണ്ട്, ബട്ട് അവിടെ നിന്ന് എനിക്ക് എക്സിറ്റ് അടിക്കാൻ തോന്നിയില്ല. വീണ്ടും ഡൗൺ ട്രെൻഡ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് വീണ്ടും ആവറേജ് ചെയ്ത്, ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ പിരമിഡിംഗ് എന്ന് പറയാം. അതായത് ആവറേജിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോസ് വരുമ്പോൾ ചെയ്യുന്നതാണ്. നമുക്ക് ഓൾറെഡി പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റിൽ അതേ ട്രേഡ് തന്നെയാണ്, പക്ഷേ സ്ട്രൈക്ക് പ്രൈസും വേറെ എന്നുള്ളൂ. അതിന് നമുക്ക് പിരമിഡിംഗ് എന്ന് പറയാം. വേറെ സ്ട്രൈക്ക് പ്രൈസിൽ വേറെ എൻട്രി, അങ്ങനെയും പറയാം. അത് ഞാൻ എടുത്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനത് അത്യാവശ്യം അതിൽ നല്ല പ്രോഫിറ്റ് വന്നതാണ്. നമുക്ക് ഏറെക്കുറെ ആ ഒരു എൻട്രിയും കൂടി എടുത്തതിന് ശേഷം നമുക്കൊരു 20K അടുത്ത് പ്രോഫിറ്റ് വന്നതാണ്. ബട്ട് ഞാൻ എക്സിറ്റ് അടിച്ചില്ല. അത് വീണ്ടും ഏറെക്കുറെ ഈ ഒരു നല്ലൊരു ക്യാൻഡിൽ, ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയപ്പോൾ ഞാൻ അവിടെ തന്നെ എക്സിറ്റ് അടിച്ചു. കൃത്യം ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ഫോം ആയതും എക്സിറ്റ് അടിച്ചു. 10:25 ക്ലിയറായിട്ട് എല്ലാം, അതായത് എല്ലാം അടിച്ചു. 25 ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഏറെക്കുറെ 30-ന് രണ്ട് പൊസിഷനും എക്സിറ്റ് അടിച്ച് ഒരു 8K ലാസ്റ്റ് ഒരു 8K പ്രോഫിറ്റിൽ ഞാൻ ബുക്ക് ചെയ്തു.
ചെറുതായിട്ട് 8K മാത്രം പ്രോഫിറ്റ് ബുക്ക് ചെയ്തോളൂ. പിന്നെ ഞാനത് വിട്ടു. നമുക്ക് അത്രയും ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ ട്രേഡിൽ. ഞാൻ കുറച്ചും കൂടി എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ്. ആ സമയത്ത് നല്ലൊരു മൂമെൻറ്റ്സ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ നല്ല പ്രോഫിറ്റ് കിട്ടിയേനെ. ബട്ട് ഞാൻ അത്രയും ലോട്ട്സ് ഉണ്ടായിരുന്നു, 12 ലോട്ട്സ് ഉണ്ടായിരുന്നു. ഒരു മൂമെൻറ്റ്സ് കിട്ടിയിരുന്നെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടിയതിനെ വേണ്ടി വെയിറ്റ് ചെയ്ത്. ബട്ട് അത് വന്നില്ല. അഗേൻസ്റ്റ് പോകണമെന്ന് മനസ്സിലായപ്പോൾ എക്സിറ്റ് അടിച്ചു. കൃത്യമായിട്ട് അത് അഗേൻസ്റ്റ് പോവുകയും ചെയ്തു. വളരെ ക്ലിയർ ആയിട്ട് നല്ല രീതിക്ക് തന്നെ മേലോട്ട് പോയി. ആ ഒരു മേലോട്ട് പോയതിന് ശേഷം അടുത്ത എൻട്രി എന്ന് പറയുന്നത് അതൊരു അടിപൊളി പൊസിഷനായിരുന്നു. അതും ഈ ഒരു ലെവലിലാണ്, യെല്ലോ ലെവലിൽ നിന്ന് ഈ ഒരു പൊസിഷനാണ് എൻട്രി. പുട്ട് ഓപ്ഷൻ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഏറെക്കുറെ ഈ ഒരു ക്യാൻഡിൽ, അത് 12:10 ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാറാകുമ്പോഴാണ് ഞാൻ എൻട്രി എടുത്തത്. ടൈം നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 12:14 ഞങ്ങൾ കൃത്യമായിട്ട് ഒരു എൻട്രി എടുത്തു. 14 എൻട്രി എടുത്തു. ആ 2 മിനിറ്റിനുള്ളിൽ തന്നെ എക്സിറ്റ് അടിച്ചു. ജസ്റ്റ് 2 മിനിറ്റ്സിനുള്ള റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 211 എടുത്തത് ഞാൻ 759 എക്സിറ്റ് അടിച്ചത്. 2 മിനിറ്റ്സിനുള്ളിൽ ഏറെക്കുറെ നമുക്കത് ഇതിലൊരു 300% റിട്ടേൺസ് ഫോം ആയും. ബട്ട് നമ്മളൊരു 4 ലോട്ട് ആഡ് ചെയ്തോളൂ. നമ്മൾ ഫുൾ ലോട്ട് ആഡ് ചെയ്തെങ്കിൽ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ആയതിനെ. ഏറെക്കുറെ നമുക്കൊരു 1000 വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 1000 ഒന്നും എക്സ്പെക്റ്റേഷൻ ഇല്ല. ഇതന്നെ നമുക്ക് നല്ല മൂമെൻറ്റ്സിൻ്റെ പുറത്ത് കിട്ടിയാണ്. സെൻസെക്സിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഇതാണ്. നല്ല മൂമെൻറ്റ്സ് വരുമ്പോൾ പ്രീമിയം പെട്ടെന്ന് ഹൈപ്പ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ തിരിച്ചും വരും. അതിൽ എക്സിറ്റ് അടിച്ചാൽ നമുക്ക് കിട്ടും. അങ്ങനെയാണ്. അത് ജസ്റ്റ് 12:14 എടുത്ത് 12:16 എക്സിറ്റ് അടിച്ചു. അതായത് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ് കഴിഞ്ഞതും എടുത്തു. അടുത്ത നിമിഷം നല്ല സ്പീഡ് തന്നെ പൊട്ടി. ഏറെക്കുറെ കുറച്ച് നേരം 2 മിനിറ്റ്സും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എക്സിറ്റും കിട്ടി മാറി. വളരെ ഈസി ആയിട്ട് പറഞ്ഞാൽ എക്സിറ്റും കിട്ടി മാറി. അത്യാവശ്യം നല്ല പ്രീമിയം കിട്ടി. നമ്മൾ ആ പ്രീമിയത്തിൽ തന്നെ എക്സിറ്റ് അടിച്ചു മാറി. നല്ല പ്രോഫിറ്റ്. അങ്ങനെ നമ്മൾ ടോട്ടൽ 30K പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അത് വളരെ സിമ്പിളായിട്ട് 2 എൻട്രി വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഈ എൻട്രിക്കൊക്കെ ഞാൻ കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. ഈ എൻട്രിക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ മേലോട്ടാണ്. ഏറെക്കുറെ 750 മേലോട്ട് പോയാൽ ഞാൻ എക്സിറ്റ് അടിക്കുള്ളായിരുന്നു. കാരണം ഒരു 3 റേഞ്ചും നന്നായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ആ ഒരു സമയത്ത് നമ്മൾ ആവറേജ് ചെയ്യാനുള്ളൂ. അതുകൊണ്ടാണ് ആവറേജ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം 4 ലോട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ പൊസിഷനിൽ തന്നെ നമുക്ക് വീണ്ടും താഴോട്ട് വരും തോന്നുകയാണെങ്കിൽ നമുക്ക് ആവറേജ് ചെയ്യാൻ കുറച്ച് ക്യാഷ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. പക്ഷേ സ്റ്റോപ്പ് ലോസ് എന്തായാലും കൃത്യമായി കീപ്പ് ചെയ്യണം. അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ആവറേജ് ചെയ്യാം. എല്ലാം കൃത്യമായിട്ട് മണി മാനേജ് ചെയ്തിട്ടാണ് അങ്ങനെ ആവറേജ് ചെയ്യാനുള്ളൊരു എൻട്രി 4 ലോട്ട് ആദ്യം എടുത്ത്. കുറച്ചുകൂടെ മേലോട്ട് പോയിരുന്നെങ്കിൽ ഒരു 8 ലോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടാകും. പിന്നെയും മേലോട്ട് പോകണമെങ്കിൽ 12 ലോട്ട്സ് നാളെ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് മേലോട്ട് പോയാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് മാറും. അങ്ങനെയായിരുന്നു ഫസ്റ്റത്തെ എൻട്രി. സെക്കൻഡ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ മേലോട്ട് നേരത്തെ ഉണ്ടാക്കിയ ഹൈൻ്റെ മേലോട്ട് പോയിക്കാണ് എൻട്രി. ഇവിടുന്ന് എൻട്രി എടുക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്. സെക്കൻഡ് എൻട്രി എടുക്കാനായിട്ട് നമ്മൾ ഇതെടുക്കുമ്പോൾ ഫ്യൂച്ചറും കൂടി നോക്കണം. ഈ ഫ്യൂച്ചറിൽ എനിക്ക് താഴോട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ക്യാൻഡിലുണ്ട്, അതായത് ബിക്കുള്ള ഈ ഒരു ബാരിഷ് അല്ല, ഇതിനിപ്പോൾ എന്താ പറയുന്നത് എനിക്ക് ഒരു ധാരണയില്ല. അതൊരു വിക്കുള്ള ക്യാൻഡിലാണ്. താഴോട്ടേക്ക് ഒരു മൂമെൻറ്റ്സ് കാണിക്കുന്ന ഒരു ക്യാൻഡിലാണത്. ആ ഒരു ക്യാൻഡിലിൻ്റെ ഏറെക്കുറെ ഹൈ വരെ എത്തിയിട്ടുണ്ട് ഈ ഒരു ക്യാൻഡിൽ, അടുത്തൊരു ക്യാൻഡിൽ. പക്ഷേ നമുക്ക് നിഫ്റ്റി ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ആ ഫ്യൂച്ചറിൽ ഈ ഒരു ഇതുപോലെ സംഭവിച്ചിട്ടില്ല. അതിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല ഈ ഒരു ക്യാൻഡിൽ. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ അതിൻ്റെ അടുത്ത് എത്തിയില്ല എന്ന് മാത്രമല്ല, ഇതൊരു അത്യാവശ്യം നല്ലൊരു ബെയറിഷ് ക്യാൻഡിലായിട്ട് ഫോം ആവുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ എൻട്രി എടുത്തു. പിന്നെ ഇവിടെ 200 EMA ഉണ്ട്. വേറെക്കുറെ ഡൗൺ ട്രെൻഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഡൗണിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം തന്നെ അങ്ങനെ നോക്കി പെട്ടെന്ന് തന്നെ എൻട്രി എടുക്കാൻ കാരണം അതാണ്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എൻട്രി മിസ്സായി, ആ പ്രോഫിറ്റ് മിസ്സായി. നമുക്ക് എൻട്രി എടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മാക്സിമം എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇത് ഞാൻ നിഫ്റ്റി നോക്കിയിട്ടാണ് ഞാൻ സെൻസെക്സ് ട്രേഡ് എടുക്കുന്നത്. സെൻസെക്സ് നോക്കും, സെൻസെക്സിൻ്റെ ചാർട്ട് നോക്കും. നമ്മുടെ ബ്രോക്കറിൽ സെൻസെക്സിന് മേറക്കുറ ഇതുപോലെ തന്നെയാണ്. നിഫ്റ്റിയും സെൻസെക്സും മേറക്കുറ ഒരുപോലെ തന്നെയാണ് വർക്കാവുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല. സെൻസെക്സ് ഞാൻ ട്രേഡിംഗ് വ്യൂവിലെ ചാർട്ട് നോക്കും. സെൻസെക്സിൻ്റെ ഒരു 50 മിനിറ്റ്സ് ഡിലേ ആണ്. അതുകൊണ്ട് സെൻസെക്സിൻ്റെ ചാർട്ട് ഇതിൽ നോക്കാൻ പറ്റത്തില്ല. ബട്ട് നിഫ്റ്റിയും സെൻസെക്സൊക്കെ ഏറെക്കുറെ ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. അത്യാവശ്യം സക്സസ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് വലിയ കോംപ്ലിക്കേഷൻസ് അതിൽ ഞാൻ വരുത്താറില്ല. ഏതെങ്കിലും നോക്കി ട്രേഡ് എടുത്താൽ മതി. അത്യാവശ്യം അതിന് സ്റ്റോപ്പ് ലോസ് ഉണ്ടായാൽ മതി. എന്തായാലും അതിന് വളരെ ക്ലിയർ ട്രേഡ്സ് ആണെന്ന് രണ്ടും. നമുക്ക് ലോസ് വന്ന ട്രേഡ് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഹോൾഡ് ചെയ്താണ്. അത് കുറച്ച് നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിൽ പ്രോഫിറ്റ് ആയേനെ. അത് മിഡ് ക്യാപ്പിൽ അത് ഞാൻ അപ്പം തന്നെ ഓപ്പണിംഗ് തന്നെ എക്സിറ്റ് അടിച്ച് കളഞ്ഞു. അത്യാവശ്യം ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് പറയാം. ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്തിട്ട് വീണ്ടും മേലോട്ട് പോയി അതിൽ തീറ്റ ടേക്കൊക്കെ അടിച്ച് ചെറിയ ലോസൊക്കെ വന്ന്
ആ ട്രേഡ് അങ്ങനെ വിട്ടു. നമുക്ക് ചെറിയ ലോസാണ്, ഒരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേറെ ട്രേഡ്സ് ഉണ്ട്. നമ്മളത് സിമ്പിളായിട്ട് തന്നെ പ്രോഫിറ്റും ഉണ്ടാക്കി. അത് നമ്മൾ ഫുൾ ലോട്ട് ആഡ് ചെയ്തിട്ട് പോലില്ല, വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. അതും നമ്മുടെ ക്യാപിറ്റലിൻ്റെ പകുതി പോലും ആഡ് ചെയ്തിട്ടില്ല. ഈ പകുതി ആഡ് ചെയ്താൽ തന്നെ നമുക്കൊരു ഏറെക്കുറെ 200% മേലോട്ട് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും. അതുപോലും ആഡ് ചെയ്താണ് നമുക്കൊരു 100% മേലോട്ട് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന എമൗണ്ട് വെച്ചിട്ട് ഇത് നല്ല പ്രോഫിറ്റ്, കാരണം നല്ല പ്രോഫിറ്റാണ്. നമ്മൾ ആദ്യം എടുത്ത എൻട്രി എന്ന് പറയുന്നത് ഏറെക്കുറെ നമുക്ക് ഫസ്റ്റ് എടുത്ത എൻട്രി 164 എടുത്തിട്ട് നമ്മൾ എക്സിറ്റ് അടിച്ചിരിക്കുന്നത് 407 പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ സ്ട്രൈക്ക് പ്രൈസ് എടുത്ത് അതിന് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് 1800 രൂപ മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ 8 ലോട്ടിൽ. അത് വളരെ ചെറുതാണ്. ബട്ട് നമ്മൾ ഇതിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അത് 4 ലോട്ടിൽ ഫസ്റ്റ് ഈ ഒരു ട്രേഡിൽ 164 എടുത്തതിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് തന്നെ ബുക്ക് ചെയ്തു. 404 നമ്മൾ എക്സിറ്റ് അടിച്ചു. ഏറെക്കുറെ നമുക്കൊരു 100% കൂടുതൽ ആ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ട്രേഡിൽ നമ്മൾ 100% അല്ല, അതിലും കൂടുതൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ കൃത്യമായി 300% അടുത്ത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് നല്ല അടിപൊളി ട്രേഡായിരുന്നു. ഇത് നമ്മൾ ഫുൾ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഒരു 500% പ്രോഫിറ്റ് നല്ല രീതിക്ക് തന്നെ മേക്ക് ചെയ്യായിരുന്നു. നമ്മൾ 25 യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1 lakhൻ്റെ മേലോട്ട് വളരെ സിമ്പിളായിട്ട്, അതായത് വെറും കുറച്ച് നേരം കൊണ്ട് മേക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഇന്നുണ്ടായിരുന്നു മാർക്കറ്റിൽ. സെൻസെക്സിൽ നല്ല മാർക്കറ്റായിരുന്നു. അത്യാവശ്യം ഡൗൺ ട്രെൻഡ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പ്രീമിയം അതുപോലെ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും 2 ദിവസം മാർക്കറ്റ് ഹോളിഡേയ്സാണ്. ഇനി നമുക്ക് എന്തായാലും ഹോളിഡേയ്സ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ദിവസം നമുക്ക് ഇതിനേക്കാളും നല്ല ട്രേഡ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. കിട്ടിയെടുക്കാം, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.